അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഇന്നീ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രകൃതി സംരക്ഷണം പ്രായോഗിക പരിഹാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്പം ചില കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രകൃതി. എന്നാൽ ഇന്നീ കാലഘട്ടത്തിൽ ഏറെ അവഗണിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതും പ്രകൃതിയെ തന്നെയാണ്. പ്രകൃതി സംരക്ഷണത്തിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കവയെ നശിപ്പിക്കാനുള്ള അവകാശമില്ല. മനുഷ്യന് സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഭൂമിയെ സൃഷ്ടിക്കുകയും ജലം, മലകൾ, വനങ്ങൾ, ജീവജാലങ്ങൾ, സസ്യലതാദികൾ, പ്രത്യക്ഷവും പരോക്ഷവുമായ നന്മകൾ തുടങ്ങിയവ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം സംരക്ഷിച്ചു നിർത്തേണ്ടതും മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ താളത്തിനും സന്തുലനത്തിനും ഒരു കേടുപാടും വരുത്താതെ ഉപയോഗിക്കേണ്ടതും മനുഷ്യരായ നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികളുടെയും എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും പ്രകൃതിയിൽ നിന്നുള്ളതാണ്. ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം പ്രകൃതിയുടെ വിഭവങ്ങളാണ്. പ്രകൃതി ഇല്ലാതെ ജീവന്റെ നിലനിൽപ്പിന് സാധ്യമല്ല. എന്നാൽ മറ്റു ഗ്രഹങ്ങൾക്ക് ഈ വരം കൊണ്ട് അനുഗ്രഹമില്ല. ഈ മനോഹരമായ പ്രകൃതിക്കും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനും നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവണം. പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ത്വാഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വാചാലനായിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചതിനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു വിളിക്കുന്നത് മുഫ്സിദൂൻ അഥവാ വിനാശകാരികൾ എന്നാണ്. ഇതിൻ്റെ ഗൗരവം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. പ്രകൃതിയെ നല്ല ഹരിത കേന്ദ്രമായി അടുത്ത തലമുറക്ക് കൈമാറ്റം ചെയ്യേണ്ടതും മനുഷ്യരുടെയായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്നാൽ ഇന്നീ പരിസ്ഥിതി പല വിധത്തിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ മനുഷ്യവാസയോഗ്യമായ ഓരോയിടവും രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനാവുന്ന ചില പ്രായോഗിക പരിഹാരങ്ങളെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടി കമ്പോസ്റ്റ് കുഴികൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ അമൂല്യമായ ജലത്തെ ശ്രദ്ധയോടെ ഉപയോഗിക്കൽ ശീലമാകുക. ശുചീകരണത്തിന് വേണ്ടിയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജലം ഉപയോഗിക്കുമ്പോൾ വെറുതെ പൈപ്പ് തുറന്നിടുന്ന ശീലം പൊതുവിൽ കാണാറുണ്ട്. അത് നാം ശ്രദ്ധിക്കുകയും അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയും ജലസംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. റീസൈക്കിൾ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുക, അതായത് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ശേഖരിച്ച് റീസൈക്കിൾ കേന്ദ്രങ്ങൾക്ക് കൈമാറുക. അതുപോലെ തന്നെ മേൽ പറഞ്ഞ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെയും നാം യഥാർത്ഥ പ്രകൃതിയുടെ കാവൽക്കാരനായി മാറും. അത് നല്ല ഒരു കാര്യമാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.